ഇൻഫ്ലുവൻസർ ജാസിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ചർച്ച. ഇരുവരും തമ്മിലുള്ള മുമ്പൊരിക്കലുണ്ടായ പ്രശ്നങ്ങളും ആഷിയുടെ ഉമ്മയുടെ ഓഡിയോ ക്ലിപ്പുമാണ് ചർച്ചാ വിഷയം. നന്ദിനി റെഡ്ഡി എന്ന യുവതിയുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് പ്രശ്നമുണ്ടായത്. ഇവരാണ് വീണ്ടും പഴയ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടത്. ഇതേക്കുറിച്ച് യൂട്യൂബർ സായി കൃഷ്ണ പങ്കുവച്ച അഭിപ്രായമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നന്ദിനി റെഡ്ഡി വിമർശിച്ച് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ജാസി സംസാരിച്ചിരുന്നു. ഇതായിരിക്കും പ്രകോപനത്തിന് കാരണമായെന്ന് സായി കൃഷ്ണ തൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു. നന്ദിനി റെഡ്ഡി എന്ന വ്യക്തി ദുബായിൽ ബാർ നടത്തുന്ന ആളാണ്. അവളെ ഇപ്പോൾ കണ്ണിൽ കണ്ടാൽ എപ്പോൾ വെച്ച് വെടിവെച്ച് കൊല്ലാൻ എനിക്ക് ദേഷ്യം തോന്നുന്നുണ്ട്. ആ കുട്ടിയുടെ പേര് കേൾക്കുന്നത്ര ഇഷ്ടമല്ല. എല്ലാത്തിനും ബ്ലോക്കാണ്. ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ആ പെൺകുട്ടിക്ക് മാപ്പ് കൊടുക്കാനാകില്ല. ഞാൻ മരിച്ചാലും ആ കുട്ടിക്ക് മാപ്പില്ല. എൻ്റെ ഫ്രണ്ടായി നിന്നിട്ട് അവൻ എന്നോട് ഈ ദ്രോഹം ചെയ്തത് ഞാൻ എന്താണ് വളരെ വ്യക്തമായി അറിയുന്ന കുട്ടിയാണെന്ന് ജാസി പറഞ്ഞു. ഇത് വേണ്ടായിരുന്നു എന്ന് സായിയും അഭിപ്രായപ്പെട്ടു. 2022 കാര്യം 2025 പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ഇതിനെ പ്രതികരിക്കുന്ന ഐഡിയ വേണ്ടേ? 2020 നിന്ന് 25 എത്തുമ്പോൾ ജാസിക്ക് വിസിബിലിറ്റി കൂടി. അപ്പോൾ അപ്പുറത്തുള്ള ആൾ പ്രതികരിച്ചാൽ വീണ്ടും വിവാദമാകും. ഇതുകൊണ്ടാണ് പ്രൈവറ്റാക്കി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റായി വെക്കണമെന്ന് അന്നേ ഞാൻ പറഞ്ഞത്. ഇത് വിട്ടുപോകില്ല. ലൈഫ് ലോങ് ഈ സാധനങ്ങൾ നിങ്ങളുടെ തലമുകളിൽ കൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എല്ലാം ഡിജിറ്റൽ ഡേറ്റയിൽ സേവ് ആകുമെന്ന് സായി കൃഷ്ണ അഭിപ്രായപ്പെട്ടു. ആഷിയുടെ ഉമ്മയുടെ വോയിസ് ക്ലിപ്പിനെക്കുറിച്ചും സായി സംസാരിച്ചു. ഇത്രത്തോളം അവർ പൊട്ടിത്തെറിച്ച് സംസാരിക്കണമെങ്കിൽ അവർക്ക് മകനെ ആവശ്യമുണ്ട്. സമൂഹത്തിന് മുന്നിൽ അവർ ജീവിക്കണ്ടേ? ആഷി മകൻ വീട്ടിൽ വന്ന് പോകുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്നും സായി കൃഷ്ണ പറഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായി ജാസി ആഷിഷ് ബന്ധം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട്. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ജാസി. ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് വന്നതിന് ഇതൊരു കാരണമാണ്. തിരികെ സ്ത്രീ എന്ന ഐഡന്റിറ്റിയിൽ പോകണമെന്ന് ജാസി ആഗ്രഹിക്കുന്നു. ആഷി തൻ്റെ ജീവിതത്തിൽ പങ്കാളിയാണെന്ന് ജാസി പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് നിരന്തരം അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നു. ആഷിയുമുള്ള ബന്ധത്തെക്കുറിച്ച് ജാസി അടുത്തിടെ തുറന്ന് സംസാരിച്ചിരുന്നു. മരണം വരെ ആഷി എൻ്റെ കൂടെ ഉണ്ടാകുമെന്നും പറയാൻ പറ്റില്ല. ഞാനുണ്ടാകുമെന്ന് ആഷിക്കും പറയാൻ പറ്റില്ല. ഒരുമിച്ച് ഇനി മുന്നോട്ട് പോകണ്ടേ എന്ന് തോന്നിയാൽ ചിലപ്പോൾ പിരിയും. പക്ഷേ കുറച്ചുനേരം കാണാതിരിക്കുമ്പോൾ എൻ്റെ നെഞ്ചത്ത് വേദന വരും. ഇവൻ്റെ നെഞ്ചിൽ വേദന വരും. അത്രമാത്രം സ്നേഹിക്കുന്നവരാണ് താനും ആഷിയും എന്ന് ജാസി വ്യക്തമാക്കി.